കോണ്ടസറവുണ്ടല്ലോ. യാ മോനെ, കോണ്ടസാണ് ഇത്, കോണ്ടസാണ് ഇത്. ഓക്കെ മുതൽ കോണ്ടസറ ടൈപ്പാണ്. ടയറൊക്കെ പഞ്ചറായില്ലേ? ഇവിടെ വേറെ വിൻറ്റേജ്. അന്നത്തെ കാറാണ്. കോണ്ടസറ മോഡലുണ്ട്. കോണ്ടസ് എല്ലാം ഈ രണ്ടിൻ്റെ ഇടയിൽ നമ്മളെ വണ്ടി കിടക്കണ്ട് കേട്ടോ. കുതിരവണ്ടി, കാളവണ്ടി. ഇടത് ഭാഗത്താണ് സ്റ്റിയറിംഗ്. നീ എന്താ നോക്കണേ? എഞ്ചിൻ നോക്കുക. എഞ്ചിൻ അവിടെ അല്ലല്ലോ, എഞ്ചിൻ മേലെ അല്ലേ? ഇവിടെ അല്ലേ വരിക? എല്ലാം ഉണ്ട് അല്ലേ? കാറിന് അടിപൊളി. ഇവിടെ ചെറിയൊരു കുതിരവണ്ടികളുണ്ട്. കാളവണ്ടി, കുതിരവണ്ടി എന്നൊക്കെ പറയാം. ഇതുകൊണ്ട് ഇതൊക്കെ മനുഷ്യന്മാർ തള്ളണമെന്ന് തോന്നുന്നു. കണ്ടില്ലേ? കൈ കൊണ്ട് തന്നെ പുഷ് ചെയ്തിട്ട് തള്ളും. ലെവൽ തന്നെ കേട്ടോ. മരമൊക്കെ പുതിയത് വെച്ചുള്ളതാണ്, എന്നാലും ആ ഒരു പഴയ മോഡൽ ഇപ്പോഴും ചവിട്ടി കയറുന്ന ഒരു ഇതുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ 3 വഞ്ചി, പഴയ കാലത്തെ വഞ്ചിയാണ്. പഴയ ക്ലോക്കുകളുടെ സെക്ഷനാണ്. പക്ഷെ എന്തോരല്ലേ, ഓരോ വർഷങ്ങളെ ക്ലോക്കുകളാന്ന് തോന്നുന്നു. അന്നത്തെ ലൈറ്റ് 1-2 ഞാൻ കണ്ട ചെറിയ ഓർമ്മകൾ എനിക്കുണ്ട് ഈ ലൈറ്റുകൾ. പിന്നൊന്നുമില്ല, എടുത്തു പോയ ലൈറ്റുകളാണ്. ഓരോ വർഷത്തിലെ ഓരോ പഴക്കമുള്ള തയ്യൽ മെഷീനുകൾ, തയ്ച്ചേർന്ന മെഷീനാണ് അത്. ഇതിപ്പോൾ നമ്മൾ വലിയ മാറ്റങ്ങളൊന്നുമില്ല, ചവിട്ടിയിട്ട് ഇപ്പോൾ ഇലക്ട്രിക്കായി മാറി. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ടൈപ്പർ മെഷീന്, എഴുതുന്ന മെഷീനില്ലേ ടൈപ്പിംഗ്, ആ മെഷീൻ. ബാർബർ ഷോപ്പാണ് പണ്ടത്തെ. മുടി വെട്ടാനൊക്കെ ഉപയോഗിക്കണമെന്ന് തോന്നുന്നു. അല്ലേ? മുടി വെട്ട് കട. തിരിയത് സ്പ്രേ കുപ്പി. പിന്നെ ഇവിടെ കുറേ ഇതൊക്കെ എന്തൊക്കെയാണാവോ, ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് സ്റ്റൗവാന്ന് തോന്നുന്നു. സ്റ്റൗവ് മരത്തിൻ്റെ കുറേ കിടക്കണ കണ്ടില്ലേ? നല്ല വിലയുള്ള സാധനങ്ങളാ. പണ്ടത്തെ ഒരു വണ്ടികൾ, സൈക്കിള്. പഴയ കാലത്തെ സൈക്കിളാണ്. റോയൽ എൻഫീൽഡിൻ്റെ സൈക്കിൾ ഉണ്ടോ? ഇല്ല. വിൻറ്റേജ് കളക്ഷനല്ലേ? ഭരണി. ഇതെന്തൊട്ട്? ചാബിയില്ലേ? തവളപ്പൂട്ട്, മറ്റേ പൂട്ട്, അങ്ങനെ കുറേ പൂട്ടുണ്ടാവില്ലേ അതിൽ? ജയിൽ പൂട്ട്. ദൈവമേ, എന്തോരം ചാവി ഉണ്ടല്ലേ? ലോക്കം എല്ലാതും ഉണ്ട്. പറഞ്ഞാലൊക്കാലേ. ആന്റി പീസ്. ഇതൊക്കെ എങ്ങനെ തുറക്കല്ലേ? തുരുമ്പൊന്നു ഇതൊക്കെ ഇതൊക്കെ ആദ്യമായിട്ട് കണ്ടതാണ് കേട്ടോ. കോട്ട കുറേ ഉണ്ട് ഇവിടെയൊക്കെ. കുറേ ശില്പങ്ങളെ കളക്ഷൻ. ഇതെന്തത്? എന്തൊക്കെയാണ്? കത്തി മൂർച്ച കൂട്ടുന്ന ആയുധപ്പുര. പഴയ മോഡൽ കത്തികൾ കണ്ടില്ലേ? ഈ വീട് നോക്കിയേ, ചെറിയൊരു ഒതുങ്ങിയ വീട്. എന്താ അല്ലേ? എന്ത് താളിയോലകളാ. തയ്യൽ മെഷീന്, മറ്റേ ഡ്രസ്സ് തയ്ക്കണ. പിന്നെ അതെ സ്വർണ്ണങ്ങൾ സൂക്ഷിക്കണ പെട്ടി. ഫോട്ടോകൾ, പഴയ കാലത്തെ തമ്പരാക്കന്മാരെ ഫോട്ടോ. യോ മോനെ, റാന്തല്. റാന്തലിൻ്റെ സെക്ഷൻ. എന്താ അല്ലേ? ഒരുപാടുണ്ട് കാണാൻ. എന്താണത്?
മറ്റേ മറ്റേ സാധനല്ലേ ഇത്? അത് വേറെ, ഇതല്ല. അത് മറ്റേ ഇതല്ല, ഇത് വേറെ. അടിക്കാനാവില്ലേ, പരത്താനൊക്കെ? എന്തോ മുളൊക്കെ മുറിക്കുമ്പോ അടിക്കില്ലേ? എനിക്ക് ഇതാണ് ഇഷ്ടമായത്. ആൻറ്റി പീസാണ്. ഇത് മറ്റേ അർണോൾഡ് ജിമ്മിലുണ്ട് ഈ സാധനം പീസാണ്. ഉപകരണങ്ങളല്ലേ ഇതാ, മരുന്നരക്കണതാ, അങ്ങനെന്താ സംഭവണത്. പിള്ളേർക്കല്ലേ? ആ, കോട്ടിട്ടിട്ട് പോയില്ലേ? ഗോലി ഗെയിം അല്ലത്. ഇതേപോലത്തെ ഒരു വീട് കിട്ടണോ? 1 2 3 ഒരെണ്ണം കിട്ടിയാൽ മതി. എനിക്കിത് മതി, ഒരു വീട് മതി. ഇത് കിട്ടിയാണോ? കറുത്തിരിക്കണ നീ കൊളാക്കി കിട്ടിയില്ലേ? നീ കൊളാക്കി കിട്ടിയില്ലേ? ഇത് മതി, നല്ല തണവില്ലേ അതിനുള്ളിൽ. ഇത് മതി, വീട് മതി. ഇനി ഇവിടെ വേറൊരു വീടുണ്ട്. ഇവിടെ കുറേ ഉപകരണങ്ങളുണ്ട്. ജസ്റ്റ് നോക്കിയോ. ഓ, കുറച്ച് കുറവുണ്ടല്ലേ? പോത്തിൻ്റെ കൊമ്പോക്ക് എൻട്രൻസ് ആണ്, പോത്തിൻ്റെ കൊമ്പാ. ഇത് കണ്ടില്ലേ? എന്താണാവോ? മാൻ്റെയും പോത്തിൻ്റെ കൊമ്പൊക്കെ ഉണ്ട്. ഇതാ സെയിം കണ്ട അതേ മോഡൽ വീട് തന്നെ. അമ്പലം പോലെയാണ് ഈ വീടുകൾ മൊത്തം. നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കത് യൂസിങ് അധികം വരില്ലെന്ന് തോന്നുന്നു. നമ്മുടെ മോഡലും നമ്മുടെ ജീവിതശൈലി അനുസരിച്ചിട്ട് നമ്മൾ വീടുകൾക്കും മോഡലുകൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് താമസിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് താമസിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൻ്റെ മേലേക്ക് കയറുക, അവിടെ ഇരിക്കുക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രായമായവർക്കും കുറച്ച് ബുദ്ധിമുട്ട് വരും. അന്നത്തെ ആൾക്കാർ കുറച്ച് എനർജറ്റിക്കായ കാരണം വലിയ കുഴപ്പമുണ്ടാവില്ല. പോലീസുകാരും ഗാന്ധിവരൊക്കെ ഉണ്ടല്ലോ. കുറേ നാളെ കാണാൻ ആഗ്രഹിക്കണത്. ഇത് നൂല് ഇതാക്കണതല്ലേ? ചെങ്കല്ലുകൊണ്ട് കൊട്ടത്തളം ഉണ്ടാക്കിയിരുന്നു. ചെറിയ പെട്ടിക്കടയെന്ന് തോന്നുന്നത്. കുറേ അത്തം കുപ്പിയൊക്കെ ഇരിക്കണ്ടല്ലോ. വിഷ്ണുവിൻ്റെ ഉള്ളിൽ കയറിയുണ്ട്. നോർമൽ വീടില്ലേ? ആഹാ, ആകാശവാണി. പഴയ മറ്റേ ടൈപ്പർ കാർഡുകൾ. എന്താ അല്ലേ? ഇവിടെയും കുറച്ച് ചെമ്പ് പാത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് പാചകപുരയെന്ന് തോന്നുന്നു കണ്ടിട്ട്. കുറേ നന്നങ്ങാടി, അങ്ങനത്തെ ഭരണി, ഉരുളി, അമ്പലപ്പുഴ പാൽപ്പായസം എന്നൊക്കെ ഓർമ്മ വരുന്നു. ഓരോ പാത്രങ്ങൾ നല്ല ടേസ്റ്റി ആയിരിക്കും ഇതിലൊക്കെ ഉണ്ടാക്കുമ്പോൾ. മറ്റേ ഭരണിയില്ലേ, മുന്തിരി വീഞ്ഞൊക്കെ ഉണ്ടാക്കി വെക്കില്ലേ? തോന്നുന്നു. അയ്യോ, നല്ല ഉറപ്പുണ്ട്. ഭരണി വേണ്ട, വീണ് കഴിഞ്ഞാൽ എന്നെ പണയം വെക്കേണ്ടി വരും. എന്നെ പണം വെച്ചാൽ ആർക്കും ആവശ്യം കിട്ടില്ല, ഒന്നും കിട്ടാനില്ല.